السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد والعاقبة للمتقين. അൽഹംദുലില്ലാ. അപ്പോൾ നമ്മളെ ഷിക്കായത്ത് എന്നുള്ള കവിത കഴിഞ്ഞു അല്ലേ? ഇനി ഇൻഷാ അല്ലാഹ് നമുക്ക് പഠിപ്പിക്കാനുള്ളത് സബക്ക് 13. അതിൻ്റെ മുമ്പിൽ റുബായി ഉണ്ട്, പിന്നെ ഞങ്ങൾക്ക് വേറൊരു പാഠം കൂടി ഉണ്ട്. ഇപ്പം നമ്മൾ മുജെ കുച്ച് കഹന എന്നുള്ള APJ അബ്ദുൽ കലാമിൻ്റെ ഒരു പ്രസംഗമാണ് ഇട്ടത്. അദ്ദേഹം ഇന്ത്യൻ പ്രസിഡൻ്റ് ആയതിനു ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ ഒരു പ്രശസ്തമായ ഒരു പ്രസംഗമാണിത്. അദ്ദേഹത്തിൻ്റെ വിഷൻസ്, തൻ്റെ ഇന്ത്യ എങ്ങനെയായിരിക്കണം, എങ്ങനെയാവരുത് എന്നതിനെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ കുറച്ച് ചിന്തകളും കാര്യങ്ങളാണ് ഇതിൽ എന്ത് ചെയ്യണത്, അദ്ദേഹം പറയുന്നത് കേട്ടോ. മനസ്സിലാവുന്നുണ്ടോ? അതുകൂടാതെ നിങ്ങൾക്ക് APJ അബ്ദുൽ കലാമിനെ കുറിച്ച് കുറച്ച് അറിയാൻ വേണ്ടി ഇതിൻ്റെ അവസാനം APJ അബ്ദുൽ കലാം ആരാന്നുള്ളതിനെക്കുറിച്ച് പറയുന്നുണ്ട്. കൂടുതൽ പറയേണ്ട ആവശ്യമുണ്ടല്ലോ, ഇപ്പോൾ ടീച്ചേഴ്സിൻ്റെ ഒക്കെ ഇപ്പോൾ കഴിഞ്ഞല്ലേ 3-4 ദിവസം മുമ്പ്. അപ്പോൾ അത് ആരുടെ ജന്മദിനത്തിനാണോന്നും എന്നൊക്കെ നിങ്ങൾക്ക് ഏകദേശം ഒരു അറിവുണ്ടാവും കേട്ടോ. എന്നാലും ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. APJ അബ്ദുൽ കലാം എന്ന് പറഞ്ഞാൽ നമ്മുടെ കഴിഞ്ഞു പോയ ഇന്ത്യയുടെ പ്രസിഡൻ്റായിരുന്നു. കഴിഞ്ഞ ഇന്ത്യയുടെ പ്രസിഡൻ്റാണ് അദ്ദേഹം എന്ന് പറഞ്ഞാൽ. ഒരു വിശ്വപ്രശസ്തനായ ഒരു സയൻസ്ദാൻ എന്ന് പറഞ്ഞാൽ സയൻറ്റിസ്റ്റ് ആയിരുന്നു. മുഖരിർ എന്ന് പറഞ്ഞാൽ അദ്ദേഹം നല്ല പ്രാസംഗികനായിരുന്നു. മുസന്നിഫ് എന്ന് പറഞ്ഞാൽ ഓഥറായിരുന്നു, ബുക്കിൻ്റെ ഒക്കെ ഓഥറാണ്. ശേഷം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ സംഭാവനകളൊക്കെ എന്തിനാണ് ഇന്ത്യൻ്റെ സ്പേസ് ഹിസ്റ്ററിയിലാണ് ഉണ്ടാവുക. ഇന്ത്യയുടെ സ്പേസ് ഹിസ്റ്ററിയിലാണ് അദ്ദേഹത്തിൻ്റെ പ്രഗത്ഭമായ പല സംഭാവനകളും ഉള്ളത്. പിന്നെ ISROൻ്റെതൊക്കെ ആയിരുന്നു. പിന്നെ ഇന്ത്യയുടെ മിസൈൽ മാൻ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. പിന്നെ എന്ന് പറഞ്ഞാൽ അദ്ദേഹം എന്താക്കിയിട്ടുണ്ട്, ഹലായി ടാക്കി പറഞ്ഞാൽ എന്താ, ഈ സ്പേസ് ഇൻഫർമേഷൻ ഉണ്ടാവും പറയാം. പിന്നെ ദരിയബിലൊക്കെ പറഞ്ഞാൽ മാസ് കമ്മ്യൂണിക്കേഷൻ്റെ ഇതിലൊക്കെ കേട്ടോ. പിന്നെ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ കുറച്ച് ബുക്സാണ് അടിക്കുന്നത്. വിങ്സ് ഓഫ് ഫയർ, അഗ്നിച്ചിറകുകൾ, നിങ്ങൾ ചിലരൊക്കെ വായിച്ചിട്ടുണ്ടാകും സാധ്യതയുണ്ട്. പിന്നെ ഇന്ത്യ 2020, പിന്നെ ഇനിയേറ്റഡ് മൈൻഡ്സ് കേട്ടോ. അപ്പോൾ അത്തരമുള്ള അദ്ദേഹത്തെക്കുറിച്ച് ഇത്ര നല്ല ഇതിലേറെ പറയാണ്ട്. ഇനിയിപ്പോൾ ഏതായാലും നമ്മൾ അദ്ദേഹത്തിൻ്റെ പ്രസംഗം നോക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ കുറേ ചിന്തകൾ, അത് എങ്ങനെ ആയിരിക്കണം അദ്ദേഹത്തിൻ്റെ ഇന്ത്യ എന്നുള്ളതിനെ കുറിച്ചാണ് ഇതിൽ ചർച്ച ചെയ്യപ്പെടുന്നത് കേട്ടോ.